എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഓടന്റെ കൺട്രോൾ പോവും. തന്റെ മകന്റെ ദേഹത്ത് ഒറോച്ചി കൈവച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓടനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പോൾ ഒറോച്ചിക്ക് നേരെ തിരിയാണ്. അത് കണ്ട കിന്നാണെങ്കിൽ ഓടനെ തടയും. പക്ഷേ ഓടനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും അവനെ ഇല്ലാതാക്കി നമ്മുടെ ഈ ഐലാൻഡ് അത് ഞാൻ തിരികെ പിടിക്കും. ഞാൻ തിരികെ വരുന്നത് വരെ നിങ്ങളിവിടെ സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ആണെങ്കിൽ മുൻപോട്ടേക്ക് പോവാണ്. കിന്നാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഒറോച്ചി തനിച്ചല്ല, അവന്റെ കൂടെ നല്ല പവറുള്ള ആ കൈഡോ ഉണ്ട്. അത്ര എളുപ്പത്തിൽ നിനക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. നമുക്കിപ്പോൾ ആവശ്യം നല്ലൊരു പ്ലാനാണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഗ്രൂപ്പായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാമെന്ന് പറയും. പക്ഷെ ഓടനാണെങ്കിൽ അതിനൊന്നുമുള്ള ക്ഷമയില്ല. എത്രയും വേഗം എനിക്ക് അവനെ ഇല്ലാതാക്കണം, ഇല്ലാതാക്കിയേ പറ്റൂ. അവനീ ഗ്രാമം, അവനീ ഐലാൻഡ് അത് വളർത്താനല്ല, മറിച്ച് നശിപ്പിക്കാൻ മാത്രമേ ശ്രമിക്കൂ. സോ അവനെ ഇല്ലാതാക്കി ഗ്രാമത്തെ തിരികെ പിടിച്ചേ പറ്റൂ. അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഞാനിവിടെ വെച്ച് പുലർത്തില്ല. എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഐലാൻഡിനെ ഈ നിലയിൽ എത്തിച്ചത്. അതൊരിക്കലും ഇല്ലാതാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ്റെ സ്ക്വാഡ് നീട്ടി ഒരു ഫ്ലാഷിൻ്റെ വേഗതയിൽ വലിയ വലിയ കുന്നും മലയൊക്കെ ചാടി ചാടി അങ്ങനെ കയറി വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ് പോലും ചെയ്യാതെ എടുത്തു ചാടി ഫ്ലൈ ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് പോകും. സമയം മാൻഷനിലെ ഒറോച്ചിയാണെങ്കിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. അവനാണെങ്കിൽ അവിടെയുള്ള ആ ഒരു ജീവിതം അത് ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഓടൻ രാത്രി മുഴുവൻ നിർത്താതെ ഓടി ഓടി ഇപ്പോൾ ഒരു വിധത്തിൽ നേരം വെളുത്ത് വന്നിരിക്കുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഓടൻ നല്ല സ്പീഡിൽ ഓടുന്നത് കാണും. അവർക്ക് ഭയങ്കര സന്തോഷം. ഓടനു വേണ്ടിയാണ് അവർ ഇത്രയും കാലവും കാത്തിരുന്നത്. ഫ്ലവർ ക്യാപിറ്റലിലുള്ള ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടെ ഓടന് തന്നെ നോക്കും. ഓടനാണെങ്കിൽ ആ കാസ്റ്റിലെ തൊട്ട് മുൻപിലെത്തും. കോച്ചിയുടെ അസിസ്റ്റൻസ് ഓടൻ അവിടേക്ക് എത്തുന്ന കാര്യം അവനെ അറിയിക്കും. മാത്രമല്ല സോൾജേഴ്സ് എല്ലാം ഓടനെ തടയാനായിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും കോച്ചിയുടെ പെർമിഷൻ ഇല്ലാതെ മാൻഷനിലേക്ക് പോകാനായിട്ട് പാടില്ല. അതിൽ കൺട്രോൾ പോയ ഓടനാണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് സെക്കൻഡുകൾ കൊണ്ട് അവരെങ്ങനെ ആ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. ഓടനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ സോൾജേഴ്സിനെ എല്ലാം തല്ലി കൊന്നിടും. അതിനുശേഷം കാസ്റ്റിലേക്ക് ചാടി വരികയാണ്. ഓടനെ കാണേണ്ട താമസം ഒറോച്ചിയുടെ കൺട്രോൾ പോകും. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവൻ പേടിച്ച് വിറച്ച് ഇപ്പൊ നിലവിളിച്ച് പറയും, ഓടൻ ദയവ് ചെയ്ത് എടുത്തു ചാടി എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച കൈഡോ നിന്നെ വെറുതെ വിടില്ല. ഓടനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ അവന്റെ സ്ക്വാഡ് നീട്ടി ഒറോച്ചിക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. അവനങ്ങനെ സ്ക്വാഡ് വീശേണ്ട താമസം ഒരു ഇൻവിസിബിൾ ഷീൽഡ് ഇതിപ്പോൾ ഒറോച്ചിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. ആക്ച്വലി ആ ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്തത് വില്ലത്തി ഗ്രാൻഡ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രാൻഡ് പാ. ആളാണെങ്കിൽ ഒറോച്ചിയെ സപ്പോർട്ട് ചെയ്യും. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ പവർ വെച്ച് ഞാനിപ്പോ നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ഗ്രാൻഡ്മ അവിടേക്ക് വന്ന് ഇപ്പോ ഓടനെ വെല്ലുവിളിക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ അവരെ രണ്ടുപേരെ കാണുമ്പോൾ ഭയങ്കര ആശ്വാസം. ഒറോച്ചി തീർത്ത് പറയും, ഓടൻ നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഡയോസിനെ എല്ലാം തന്നെ ഞാൻ ഇല്ലാതാക്കി കഴിഞ്ഞു. നീ ഇപ്പോ ബിഗ് സീറോ ആണ്. അതിൽ കൺട്രോൾ പോയ ഓടനാണെങ്കിൽ വീണ്ടും വീണ്ടും ആ ബാരിയറിൽ അങ്ങനെ ആഞ്ഞു വെട്ടുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ അത് കാണുമ്പോൾ അല്പം പേടിയും തോന്നും. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എന്റെ സ്ഥാനം അതിലേക്ക് നീ തിരികെ തരണം. എനിക്കറിയാം ഒരു കാരണവശാലും ഈ ഒരു ഐലാൻഡിനെ നീ നല്ല രീതിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോവില്ല. എന്റെ പപ്പ ചെയ്ത തെറ്റ് അത് ഞാൻ തിരുത്തും. അത് കേട്ട് ഒറോച്ചി ചിരിക്കും. ആ ഗ്രാൻഡ്മയാണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ അവന്റെ പപ്പ ഷോഗണ പോലായി തീരുകയാണ്. അത് കാണുമ്പോഴായിരിക്കും അവന് കാര്യം പിടികിട്ടുക. ഒറോച്ചി ആണെങ്കിൽ ഇപ്പോൾ ഓടനോട് പറയും, നിന്റെ പപ്പയല്ല ഈ ഗ്രാൻഡ്മ, ഇവരാണ് എന്നെ അടുത്ത കിങ്ങായി മാറ്റിയതെന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഓടന് മനസ്സിലാവും അവന്റെ പപ്പയുടെ മരണത്തിലും എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഒറോച്ചി ഓടനോട് പറയും. അതേസമയം കാസ്റ്റിലിന് പുറത്ത് ജനങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഒറോച്ചിയെ തകർത്ത് ഓടൻ അവൻ കിങ്ങായി തിരികെ വരുന്നതും കാണാൻ അവരങ്ങനെ ആകാംക്ഷയോടുകൂടെ വെയിറ്റ് ചെയ്യും. പക്ഷെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പോയിസൺ ആരോസ് അവർക്ക് നേരെ തെറിച്ചു വരികയാണ്. അത് ദേഹത്ത് പതിച്ച ജനങ്ങൾക്ക് പലർക്കും വലിയ അസുഖങ്ങളൊക്കെ പിടിപെട്ട് അവരുടെ കാഴ്ചശക്തി അത് നഷ്ടപ്പെട്ടു പോവാണ്. ഇവിടെ ഓടനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒറോച്ചിയിൽ നിന്നറിഞ്ഞ് അങ്ങനെ ഷോക്കാവും. മുകളിൽ ഷിനോബു ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ്. ഓടനാണെങ്കിൽ അവന്റെ മനസ്സ് തകർന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരും. ജനങ്ങളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ ഓടനെ തന്നെ നോക്കും. അടുത്ത നിമിഷം ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് ഓടനാണെങ്കിൽ ഇപ്പൊ ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും വണ്ടറടിച്ച് ഓടനെ തന്നെ നോക്കും. ആ ഗ്രാൻഡ്മയാണോ ഓടന്റെ വേഷത്തിൽ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. കാരണം ഒറോച്ചിയും ആ ഗ്രാൻഡ്മയും ഓടൻ ഡാൻസ് കളിക്കുന്നത് കണ്ട് ചിരിക്കുകയാണ്. അവരെന്തോ ഒരു പവർ ഉപയോഗിച്ചാണ് ഓടനെ അത്തരത്തിൽ ഡൈവേർട്ട് ചെയ്തത്. ഇവിടെ ഓടൻ ഡാൻസ് കളിക്കുന്നത് കണ്ട ഒറോച്ചിയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ കുറച്ച് നാണയങ്ങൾ അവന്റെ മുൻപിലേക്ക് വലിച്ചെറിയും. നാണയങ്ങൾ കണ്ട് സന്തോഷത്തോടു കൂടെ അത് വാരിയെടുത്ത് ഓടനാണെങ്കിൽ അവന്റെ ഡ്രസ്സുമായി പതിയെ മുൻപോട്ടേക്ക് നടന്നു നീങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓടനിലുള്ള പ്രതീക്ഷ അത് നഷ്ടപ്പെടും. മാത്രമല്ല
മാത്രമല്ല അവർക്ക് ഓടനോടുള്ള ദേഷ്യവും വെറുപ്പും അത് 10 മടങ്ങാവുകയാണ്. ഓടനാണെങ്കിൽ ആ ഒരു ദിവസം മാത്രമല്ല എല്ലാ ആഴ്ചയും കാസ്റ്റിന് മുൻപിൽ വന്ന് അതുപോലെ ഡ്രസ്സില്ലാതെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ അവൻ ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ ഒറോച്ചി അവൻ ഓടനെ കീഴ്പ്പെടുത്തുന്നതും അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റോറീസ്, പുസ്തകങ്ങൾ അതെല്ലാം തന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് തുടങ്ങും. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കും. സോ അത് പഠിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ ഒറോച്ചിയെ വലിയ ആളായിട്ടും ഓടനെ വെറും ഒരു കോമഡി ആളായിട്ട് മാത്രം കണ്ട് തരം താഴ്ത്താനായിട്ട് തുടങ്ങും. അവിടെയുള്ളവർക്ക് എല്ലാം തന്നെ ഓടനിലും അവരുടെ ക്ലാനിലും ഉള്ള വിശ്വാസം അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷേയാണെങ്കിൽ ഓടന്റെ ഡാൻസ് ഒക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ്. കെന്നിനും ടീമിനും അത് നോക്കിയിരിക്കാനായിട്ട് ആവില്ല. അവരാണെങ്കിൽ ഓടനോട് ഒരുപാട് തവണ ചോദിക്കും, സത്യം പറയും, നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? ആ ഒറോച്ചിയാൻ ടീം അവര് നിങ്ങളോട് എന്താ ചെയ്തേ? എന്താണെങ്കിലും ഞങ്ങളോട് തുറന്നു പറയണം. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായി ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓടനാണെങ്കിൽ അത് കേട്ട് അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതിരിക്കുകയാണ്. അതിനവര് ഓടനെ നിർബന്ധിക്കും. ഓടൻ ദേഷ്യപ്പെട്ട് പറയും, ഇതെന്റെ ഇഷ്ടമാണ്, തീർച്ചയായിട്ടും ആഴ്ചയും ഞാൻ മാക്സിന്റെ മുൻപിൽ പോയി ഡാൻസ് കളിക്കും. അതിന് പകരമായിട്ട് എനിക്ക് ഒരുപാട് പണം ലഭിക്കും. എനിക്കിപ്പോ അതാണ് ആവശ്യമെന്ന് അവനങ്ങനെ ക്യാഷ്വലായിട്ട് പറയുകയാണ്. ഓടനാണെങ്കിൽ വീണ്ടും വീണ്ടും എല്ലാ ആഴ്ചയും ആ കാസ്റ്റിന് മുൻപിൽ പോയി ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ അവനെ കളിയാക്കി ചിരിച്ച് പാട്ടൊക്കെ പാടും. അതിന് ഓടൻ ആ കളിയാക്കലുകളെല്ലാം സ്വീകരിച്ച് അവരോടൊപ്പം പാട്ട് പാടുകയാണ്. സ്ത്രീകളാണെങ്കിൽ ഓടനെ കണ്ട് നാണിച്ച് വിരൽ വെച്ച് അവിടുന്ന് ഓടിപ്പോവും. അവിടെയുള്ള യുവാക്കളാണെങ്കിൽ അവനെ ചീത്ത പറയാണ്. ഇത്രയും വൃത്തികെട്ട ഒരു കിങ് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇതിലും ഭേദം നീ നിന്റെ സ്ക്വാഡ് എടുത്ത് സ്വന്തം നെഞ്ചിൽ കുത്തി ഇറക്കുന്നതാണ്. ഒറോച്ചിയുടെ ഒരടിമയായി ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേൾക്കും. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ വീണ്ടും വീണ്ടും അവിടേക്ക് പോയി ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നീണ്ട ഒരു വർഷമായിട്ട് ഓടനാണെങ്കിൽ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മൊമൻഡോസ്കി അവൻ കുറച്ച് ന്യൂസ് പേപ്പറുകളുമായിട്ട് അവന്റെ പപ്പയുടെ അടുത്തേക്ക് വന്ന് ഒരു ന്യൂസ് പേപ്പർ ഓടന്റെ കയ്യിൽ കൊടുക്കും. ആ ന്യൂസ് വായിച്ചതും ഓടനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ന്യൂസ് മറ്റൊന്നുമല്ല, ഓൾറെഡി റോജറിനെ എക്സിക്യൂഷൻ ചെയ്തു എന്നതായിരിക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് വൈറ്റ് ബിയേർഡും ആ ഒരു ന്യൂസ് വായിച്ച് ഷോക്ക് ആവുകയാണ്. ലാസ്റ്റ് ടൈം കോൾഡി റോജറിനെ മീറ്റ് ചെയ്ത കാര്യം വൈറ്റ് ബിയേർഡ് ആലോചിക്കും. ആ സമയത്ത് കോൾഡി റോജർ വൈറ്റ് ബിയേർഡിനോട് പറയും, സത്യത്തിൽ നേവി എന്നെ വിളിക്കുന്നത് ഗോൾഡി റോജർ എന്നാണ്. എൻ്റെ യഥാർത്ഥ പേര് കോൾഡ് ഡി റോജർ എന്നാണ്. എല്ലാവരും ഭയക്കുന്ന ഒരു ഡി അതെൻ്റെ പേരിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. വൈറ്റ് ബിയേർഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. പക്ഷേ റോജർ ആണെങ്കിൽ വ്യക്തമായിട്ട് അതിന് ആൻസർ ഒന്നും തന്നെ കൊടുക്കില്ല. കട്ട് ചെയ്ത ഇവിടെ ഓടനാണെങ്കിൽ ആ ഒരു ന്യൂസ് അറിഞ്ഞ് കടൽ തീരത്തോടെ ഓടുകയാണ്. അവൻ ഓടിയും മറിഞ്ഞും ആ ഒരു ന്യൂസ് കേട്ട് കരയാനായിട്ട് തുടങ്ങും. അതിനുശേഷം വീണ്ടും വിഡ്ഢിയെ പോലെ പൊട്ടിച്ചിരിക്കും. പിന്നീട് ഭ്രാന്ത് പിടിച്ച പോലെ അവിടെ മുഴുവൻ അലഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റോജറിന്റെ എക്സിക്യൂഷൻ അതങ്ങനെ കാണിക്കുകയാണ്. റോജറിന്റെ കൈകൾ അതൊരു നോർമൽ ഹാൻഡ് കഫ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം റോജർ അവൻ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. അങ്ങനെ അവൻ ആ സ്റ്റെപ്സ് ഒക്കെ കയറി എക്സിക്യൂഷനിൽ അങ്ങനെ മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കും. റോജറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവന്റെ ഫാൻസ്, അവനെ വെറുക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേര് ആ കാഴ്ച കാണാനായിട്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. റോജറിന് വേണമെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. പക്ഷേ റോജർ അത് ചോദിച്ചു വാങ്ങിയതാണ്. റോജർ ക്യാഷ്വലായിട്ട് പറയും, എത്രയും വേഗം എൻ്റെ എക്സിക്യൂഷൻ അത് നടത്ത്, എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാനാവില്ല. ആ സമയത്തായിരിക്കും ആ ഓഡിയൻസിനിടയിലുണ്ടായിരുന്ന ഒരാൾ അവനങ്ങനെ വിളിച്ചു ചോദിക്കും, റോജർ, നിങ്ങൾ കണ്ടെത്തിയ ആ ഗ്രേറ്റ് ട്രഷർ, വൺ പീസ് ട്രഷർ അതെവിടെയാണ്? റോജർ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ഓ, ആ വൺ പീസ് ട്രഷറോ? ഞാൻ ഇവിടെ നിന്ന് നേടിയെടുത്ത എല്ലാ ട്രഷറും അത് അവിടെയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. വൺ പീസും അവിടെ തന്നെയാണ്. എവിടെയാണെന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ചിരിക്കും. അത് കേട്ടാണ് ഒരുപാട് പൈററ്റ്സ് ആ ട്രഷറിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഗ്രേറ്റ് പൈററ്റ് എറ അത് സ്റ്റാർട്ട് ചെയ്തതും അപ്പം തന്നെയാണ്. കട്ട് ചെയ്ത ഓടനാണെങ്കിൽ റോജർ മരിച്ചതറിഞ്ഞ് അങ്ങനെ ഹൃദയം തകർന്ന് കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.